ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം മതി, വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിലും കൊടുത്തു വിടാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്കൊന്ന് ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം കൂടി പോകരുത്, എന്നാലും നമുക്ക് പിന്നെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ ഇത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലുള്ള കരടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസായി കിടക്കും. ചിലർക്ക് തേങ്ങ വലുതായിട്ട് കിടക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. വേണമെങ്കിൽ മുന്തിരിയും ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ 8 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്മാഷർ വെച്ചിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത്. കൈകൊണ്ട് ചെയ്താലും മതി. സ്മാഷറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യമേ എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് പഴം ചേർത്ത് മാത്രമാണ് കുഴയ്ക്കുന്നത്, വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ പഴത്തിൻ്റെ നനവിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതേ പരുവത്തിന് കുഴച്ചെടുക്കുക. കയ്യിൽ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്, അത് കുഴപ്പമില്ല. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ലൂസാണെങ്കിൽ മാവ് കുറച്ചും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ശ്രദ്ധിക്കുക, വറുത്ത അരിപ്പൊടി തന്നെ എടുക്കുക. ഇനി കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് 3 ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള. ഇനി ഒരു പാത്രം എടുക്കുക. ഞാൻ അതിലോട്ട് അതിൻ്റെ സൈസിൽ ഒരു വാഴയിലയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ഉരുള പരത്തി കൊടുക്കാം. ഈ വാഴയില വയ്ക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാഴയില വച്ചില്ലെങ്കിൽ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ മാവ് എടുത്ത് വെച്ചിട്ട് പാത്രത്തിനകത്ത് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ നോക്കരുത്, എന്നാലും ഒട്ടിപ്പിടിക്കും. മാക്സിമം വാഴയില വച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഉരുള ഇതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും ഫില്ലിങ് വയ്ക്കുക. വേറൊരെണ്ണം വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വല്ലതും കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. നല്ല കാണാനും നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വേണമെങ്കിലും കൊടുത്തു വിടാം. അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. പഴുത്തുപോയ പഴമൊന്നും കളയാതെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.